ജോഡി താളം വേണം. ഹോക്കിൻസ് അല്ലേ? സൂപ്പർ സേഫ്റ്റിയും നോൺ സ്റ്റിക്ക് കോട്ടിങ്ങും കിടിലും ഫിനിഷിങ്ങും ഉള്ള ഹോക്കിൻസ് ആണ് എൻ്റെ അടുക്കളയിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഹോക്കിൻസ് ജോഡി താളം വേണം പായസം ഉണ്ടാക്കൽ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടാലോ? അപ്പോൾ തുടങ്ങല്ലേ. 1.5 ലിറ്റർ നല്ല കൊഴുത്ത പാല്, 1 കപ്പ് മുട്ട, 1 കപ്പ് പാലട, പിന്നെ ഗീ, ദെൻ ഗാർണിഷിന് നമുക്ക് കാഷ്യൂ, ദെൻ പൊടിച്ച് ചേർക്കാനുള്ള ഏലക്ക, സ്വീറ്റ്നെസ്സിന് 1 കപ്പ് പഞ്ചസാര, ദെൻ മിൽക്ക് മെയ്ഡ് 1/2 ടിൻ ഏകദേശം 200 ഗ്രാം, ദെൻ നമുക്ക് ടേസ്റ്റ് മേക്കേഴ്സ് ആയിട്ട് ബട്ടർ ആൻഡ് ഡയറി മിൽക്ക്. എന്നാ പോയി അരി ഇട്ടിട്ട് വരൂ, ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പാലട വേവിക്കാൻ വെക്കാൻ എനിക്ക് ഹോക്കിൻസിന്റെ ഫ്യൂച്ചറോ കുക്കറാണ് ഇഷ്ടം. ബിക്കോസ് ഇത് എന്തായാലും അടിയിൽ പിടിക്കത്തില്ല, പെട്ടെന്ന് വെന്ത് വരും. പിന്നെ നമ്മുടെ അടയുടെ പിങ്ക് നിറം ഒന്നും ഒരു മാറ്റവും വരാതെ നിൽക്കും. നമ്മൾ രണ്ടടയും കൂടെ മിക്സ് ചെയ്താണ് കഴുകണേ. രണ്ടോടെ ഇനി മിക്സ് ചെയ്ത് കഴുകി ചൂടുവെള്ളത്തിലിട്ട് 15 മിനിറ്റ് അടച്ചു വേവിക്കുക. അങ്ങനെ നമ്മൾ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ടാണ് അരിയിടാൻ, സോറി അടയിടാൻ. കൈ കൊള്ളാൻ തന്നെ ഞാൻ ഇപ്പൊ ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകും. നമുക്ക് അട ഇടാവേ. വെള്ളം തിളച്ചു. സോ നമ്മൾ 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. സെയിം ടൈം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്ത് വേണം 15 മിനിറ്റ് നമ്മളിത് വേവിക്കും. എടാ നമുക്ക് ഇനി അടുത്ത പാത്രം വെച്ചിട്ടേ നമുക്ക് കാരമലൈസേഷന് വേണ്ടി നമ്മളൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിക്ക് പിടിക്കില്ല, ഇളക്കണ്ടേ? എടാ വേണ്ട, ഇത് ഹോക്കിൻസിന്റെ നോൺ സ്റ്റിക് പാനാ, അങ്ങനെ അടിക്കൊന്നും പിടിക്കത്തില്ല. ഓഹോ, എന്നാലും വേണ്ട വേണ്ട വേണ്ട, കാരമലൈസ് ആയി ഓൾറെഡി. നമ്മൾ ഇനി പാല് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ 1.5 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കളറും കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാരമലൈസ് ചെയ്യുന്നത്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 ലിറ്റർ പാല് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ആ പാൽ ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ കട്ട പിടിക്കും. പക്ഷെ കട്ട പിടിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ പാൻ ഓൾറെഡി ചൂടാണ്, നമ്മൾ പാലും പെട്ടെന്ന് തന്നെ ചൂടാവും. ആ സെയിം ടൈമിൽ തന്നെ അത് ഉരുകി പാലിനോട് ചേർന്നോളും. അതുകൊണ്ട് അത് നോട്ട് എ ബിഗ് ഡീൽ. നമ്മളിത് ഇനി തിളക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ചു കഴിഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണം, മൊത്തത്തിൽ ഇളക്കണം ഗൈസ്. നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് ഏലക്ക പൊടി ഉണ്ടാക്കാം. ഏലക്ക പൊടിയാണ് നമ്മുടെ പായസത്തിന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ നമുക്ക് ഏലക്ക പൊടിച്ചിട്ട് വരാം. ഏലക്ക പൊടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് നല്ല പൊടിഞ്ഞ ഏലക്ക പൊടി കിട്ടും. അപ്പൊ നീ നിലത്ത് ഞാൻ പോയി അടിച്ചിട്ട് വരാം. നമ്മൾ ഏലക്ക ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ അകത്ത് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതെ, നമ്മൾ പാല് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പാല് തിളച്ച് വരുമ്പോൾ വേണം നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ട പഞ്ചസാര ഇടാൻ. നമ്മൾ 15 മിനിറ്റ് അടച്ച് വെച്ചിരുന്ന കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതേ, വേവ് എത്ര ആയിട്ടുണ്ട്? നല്ല ചൂടുണ്ട്. ഓക്കെ, വെന്തു വെന്തു വെന്തു. നമ്മുടെ പാൽ ഇവിടെ നല്ലതായിട്ട് വെട്ടി തിളക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. ഈ പഞ്ചസാര ഇളക്കുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, അതെ, ഈ സമയത്ത് നമുക്കൊരു ഓണപ്പാട്ടുകൾ അയവിറക്കിയാലോ? ഞാൻ പാടുതരാം, നീ പാടി. കാളരാമാവരുത് കേട്ടോ. മറ്റേ ഇത് പാടില്ലേ, മറ്റേ ഇതിനകത്ത് ജേക്കബ് സർവരാജിന്റെ അകത്ത് ഏതാ അതിന്റെ പാട്ട്? തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള കണ്ണിൽ മലരോണപ്പാട്ട് അപമാനം, മൊത്തത്തിൽ അപമാനമാണല്ലോ. അതെ, നമ്മള് 2 തരത്തിലുള്ള അട എടുത്ത് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മള് നമ്മുടെ തിളച്ച പാലിന്റെ അകത്തേക്ക് കൊടുക്കുകയാണ്. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടൈപ്പ് അട ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ഒരെണ്ണം പിങ്ക് കളറും ഒരെണ്ണം വൈറ്റ് കളറുമാണ്.
നമ്മൾ ഈ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുക. ഭയങ്കര സ്ലോ ആണ് ഗൈസ്, അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത്. എക്സ്പേർട്ട് ആക്ച്വലി ഇവളാണ് മെയിൻ ഷെഫ്. അവളാണ് പായസ റാണി എന്ന് നമുക്ക് ഈ ഓണത്തിൽ ടൈറ്റിൽ കൊടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം കൊണ്ടേ നമ്മൾ 90 to 100% വേവിച്ച് വെച്ചിരുന്ന 200 ഗ്രാം മട്ട, 200 ഗ്രാം പാലട നമ്മൾ പാലിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നു. ഇനി നന്നായിട്ട് ഇളക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ. പൊട്ടിച്ചാലോ? നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണ കുറച്ചുകൂടെ ഇതുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. നമ്മളിത് 1, 2, 4 പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് കിടന്ന് മെൽറ്റ് ആയി പോകും. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ? വെന്തതിന്റെ മറ്റേ ഏലക്കാപ്പൊടിയുടെയും. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഒരു 100 ഗ്രാം ഓഫ് മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഷുഗറും ചോക്ലേറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. വെണ്ണ പോലത്തെ പായസം. ഒരു ടേബിൾ സ്പൂൺ വെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കണം. ഞങ്ങളൊരു 100 ഗ്രാം മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നു. ബിക്കോസ് നമുക്ക് 200 ഗ്രാം വേണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെണ്ണ പോലത്തെ പായസം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിന്റെ ഗാർണിഷ് പ്രിപ്പയർ ചെയ്യാം. ഗാർണിഷിനായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ ആണ് ഇത്. അന്നേരത്തേക്ക് ഇത് ഇച്ചിരി തിക്കായിട്ട് വരും. അപ്പൊ നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ഗാർണിഷിന് വേണ്ടി നമുക്ക് ഒരു പുതിയ പാത്രം എടുത്ത് ഓക്കേ, നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് കാഷ്യൂ ഉണ്ട്, ഗീ ഉണ്ട്. 1 ടീസ്പൂൺ മതി. കാരണം നമുക്ക് ഓൾറെഡി ആവശ്യത്തിന് നമ്മുടെ കാഷ്യൂസും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പായസം നമ്മുടെ കാഷ്യൂ ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. ജസ്റ്റ് നമുക്ക് നമ്മുടെ പായസത്തിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ. നമ്മുടെ കാഷ്യൂസ് പയ്യെ ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട്. ഗാർണിഷിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായോ? ഓക്കെ, നമ്മുടെ ഉരുളി ഇവിടെ റെഡിയാണ്. നമ്മുടെ കുറേന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റാം. ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, വട്ടത്തെ കറക്കി ഒഴിക്കുക. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? നമ്മുടെ പായസം റെഡി ആയി. നല്ല മണം. സെർവ് ചെയ്യാം. നല്ല തിക്ക് പായസം. എന്താ രസം. ഓക്കേ, എന്നാൽ ടേസ്റ്റ് ചെയ്ത് അടിപൊളി. നമ്മൾ ജയിച്ചോ? രക്ഷപ്പെട്ടോ? യെസ്. നല്ല ഏലക്കാപ്പൊടിയുടെയും നല്ല ചോക്ലേറ്റിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്.
നല്ല മധുരം. ഗൈസ് എന്തായാലും ഒരു രക്ഷയില്ല, നല്ല അടിപൊളി പായസം. കാരണം കുടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ കുക്കിങ്ങിന് നിങ്ങളും ഹോക്കിൻസ് ട്രൈ ചെയ്ത് നോക്കൂ. പായസമൊക്കെ വെക്കുവാൻ ഹോക്കിൻസിൻ്റെ പാത്രങ്ങൾ തന്നെയാണ് ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.